നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലൂടെയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് എന്നീ നിയോജക മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ചയുടെ ആദ്യത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ കേരളത്തിന്റെ വ്യോമയാന ഭൂപടത്തിൽ ഇടം നേടിയ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ച മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാന്നിധ്യം കൊണ്ട് സംസ്ഥാനത്തിന് തന്റെ പ്രധാന ഗതാഗത ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്ന മട്ടന്നൂർ ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അത്ഭുതപൂർവമായ മുന്നേറ്റമാണ് നടത്തിയത്. വിമാനത്താവള അനുബന്ധ വികസനത്തിന്റെ ഭാഗമായും അല്ലാതെയും ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും കിഫ്ബിയും ചേർന്ന് നടപ്പിലാക്കിയത്. ഗതാഗത രംഗത്ത് പ്രത്യേകിച്ചും വിമാനത്താവളത്തിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നടക്കുന്നത്. അതോടൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, വ്യവസായം, ടൂറിസം, കായികം, ആയുർവേദം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് മട്ടന്നൂർ സാക്ഷ്യം വഹിച്ചത്. മട്ടന്നൂരിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തെ ആധുനിക കേരളമായി വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഏജൻസിയാണ് കിഫ്ബി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയത് 2016 മുതൽ 2021 വരെ നിലനിന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വളരെയധികം വ്യക്തമായി തുടരുന്നു എന്നുള്ളതും പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതും വളരെയേറെ അഭിമാനകരമായിട്ടുള്ള വസ്തുതയാണ്. നമ്മൾ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ മൂലധന ചെലവിനാവശ്യമായിട്ടുള്ള വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് കിഫ്ബി മുഖേന ഒരുപാട് പുതിയ പ്രവൃത്തികൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിൽ എല്ലാ മേഖലയിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നതിനുള്ള ഏർപ്പാടാണ് നമ്മൾ ചെയ്തത്. പ്രധാനമായി റോഡുകൾ, കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ കിഫ്ബിയുടെ സഹായത്തോടു കൂടി നടന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. 50,000 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ഭരണാനുമതി കൊടുക്കാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിശ്ചയിച്ചു. എന്നാൽ അത് 85,000 കോടിയിലേറെയായിട്ട് ഇപ്പോൾ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത്രയും തുകയുടെ പ്രവൃത്തികൾ കേരളത്തിനകത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള ഗുണവശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിച്ചു വരുന്നതോടുകൂടി അത് ഏറ്റവും ആധുനികമാകുന്നതോടുകൂടി വ്യാവസായിക കാർഷിക മേഖലയിലൊക്കെ നമുക്കുണ്ടാകുന്ന പുരോഗതിയാണ്. അതുപോലെ ടൂറിസം മേഖലയിലുണ്ടാകുന്ന വമ്പിച്ച പുരോഗതിയാണ്. ഇത് ഒരുപാട് മനുഷ്യരുടെ ജീവിതോപാധിയായിട്ട് മാറുന്നു. തൊഴിലവസരങ്ങൾ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ലോകമാകെ വലിയ മാന്ദ്യം സംഭവിക്കുകയും വൻതോതിലുള്ള പ്രതിസന്ധി ഉണ്ടായി ആളുകൾ പട്ടിണിയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ ആ പ്രതിസന്ധിയുടെ ചില ഭാഗങ്ങൾ നമുക്കും ഉണ്ട്. പക്ഷേ കിഫ്ബി പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ഇവിടുത്തെ മാർക്കറ്റുകൾ സജീവമാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി നമുക്ക് അല്പം ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക നില സുസ്ഥിരമാക്കുന്നതിന് ഏറെ സഹായിച്ചിട്ടുള്ള ഒന്നാണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ. ഞാനിപ്പോൾ മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ആണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നിരവധി പ്രവർത്തനങ്ങൾ കിഫ്ബി സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കിഫ്ബി വഴി കിട്ടിയിട്ടുള്ള ധനസഹായം. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നിറയെ ആളുകൾ വരുന്ന ഒരിടമാണ്. പക്ഷേ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല, ലാബുകൾ ഉണ്ടായിരുന്നില്ല, നല്ല തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററുകൾ. അപ്പോൾ ആധുനികമായിട്ടുള്ള അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങി വെക്കുന്നതിനും കിഫ്ബി മുഖാന്തരം
നമുക്ക് വായ്പ ലഭിച്ചിട്ടുണ്ട്. അതിൽ മെഡിക്കൽ കോളേജുകൾക്ക് 500 കോടി മുതൽ 750 കോടി വരെയുള്ള പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 750-ലേറെ കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. ഓരോ മെഡിക്കൽ കോളേജിൻ്റെതും പറയുന്നില്ല. അതുപോലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് 100 കോടി രൂപയുടെ വർക്കാണ് നമുക്ക് കിട്ടിയത്. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. 100 കോടിയുടെ ഒരു പ്രവൃത്തിയാണത്. ആദ്യഘട്ടത്തിൽ തന്നെ 67 കോടിയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭ്യമാവുകയും അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഫ്ബി പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഇത്തരമൊരു ആയുർവേദ റിസർച്ച് സെൻറ്ററിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ റവന്യൂ ടവർ, അതും കിഫ്ബി ധനസഹായത്തോടുകൂടി 28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്. നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മട്ടന്നൂരിലെ എല്ലാ ഭരണസ്ഥാപനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതും എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ഒന്നായിട്ടാണ് റവന്യൂ ടവറിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഈ ടൂറിസം മേഖലയിൽ കിഫ്ബി വഴി മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ലഭ്യമായിട്ടുള്ളത് തലശ്ശേരി ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പദ്ധതിയാണ്. പഴശ്ശിരാജാവിൻ്റെ കോവിലകം നിലനിന്നിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി ഒരു നല്ല സ്മൃതി മണ്ഡപം ഇപ്പോൾ ചെറുതായിട്ടൊന്നും അവിടെയുണ്ട്. അതിനെ പരിഷ്കരിച്ച് നല്ലൊരു സ്മൃതി മണ്ഡപമാക്കി മാറ്റാൻ സഹായിക്കുന്ന രീതിയിൽ നല്ല ഒരു പദ്ധതി, അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടൂറിസം മേഖലയിലും കിഫ്ബിയുടെ സഹായം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പൊതുമരാമത്ത് മേഖലയിൽ നമുക്ക് വലിയ റോഡുകൾ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് കരേറ്റ കാഞ്ഞിലേരി മാലൂർ റോഡെന്ന് പറയുന്ന ഒരു വലിയ റോഡാണ്. അത് മെക്കാഡം ടാറിങ് പൂർത്തിയായി. തൊട്ടടുത്ത് തന്നെ ഈ വമ്പടി റോഡ്, അതിൻ്റെ നിർമ്മാണം മട്ടന്നൂർ നഗരസഭയും അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്തുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡിൻ്റെ നിർമ്മാണവും ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്ത് തേജസ്വിനി പുഴയുടെ തീരങ്ങളിൽ പരന്നു കിടക്കുന്ന സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നമായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലൂടെയാണ്. സംസ്ഥാന സർക്കാരും കിഫ്ബിയും സംയുക്തമായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സുപ്രധാന വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, വ്യവസായം, ടൂറിസം തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മണ്ഡലത്തിൽ നടപ്പിലാക്കിയത്. തൃക്കരിപ്പൂരിലെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിസ്മയകരമായ മുന്നേറ്റമാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെ ഖജനാവിലെ പണം എന്നുള്ള രീതിയിൽ നിന്ന് വിവിധ പദ്ധതികളാണ് സാധാരണഗതിയിൽ ആസൂത്രണം ചെയ്യാറുള്ളത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ പശ്ചാത്തല മേഖലയുടെ വികസനം ഉറപ്പുവരുത്താൻ അധിക വിഭവ സമാഹരണത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അങ്ങനെയാണ് കിഫ്ബി എന്ന പദ്ധതി രൂപം കൊണ്ടത്. കിഫ്ബി പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ഈ പദ്ധതി വിജയകരമായി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും കേരളീയ സമൂഹത്തിനുണ്ടായിരുന്നു, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി ഫലപ്രദവും കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമൊന്നുമില്ല. ഭരണ പ്രതിപക്ഷ ഭേദമേന്യേ
എല്ലാ മണ്ഡലങ്ങളിലും അനിവാര്യമായ വികസന പദ്ധതികൾ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഉറപ്പുവരുത്തി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് നൽകുകയായിരുന്നു. തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 42 പദ്ധതികളാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് ഉള്ളത്. 42 പദ്ധതികൾക്കായിട്ട് ഏതാണ്ട് 638 കോടി രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ചില മെഗാ പ്രോജക്റ്റുകൾ എന്നുള്ള രീതിയിൽ വരാനിരിക്കുന്ന ഈ കോസ്റ്റൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിൽ മാത്രം 250 കോടി രൂപയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതിന് പുറമെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പവർ ഹൈവേയും നമ്മുടെ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 17 പദ്ധതികൾ ഇതിനകം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 10 പദ്ധതികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് 3 ROBകൾ, ആ 3 ROBകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കിഫ്ബിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ആദ്യ പ്രഥമ ഘട്ടത്തിൽ നിർവഹിച്ചു, ഫണ്ട് നീക്കിവെച്ചു. എന്നാൽ റെയിൽവേയുടെ അനുമതിക്കായിട്ട് ഉള്ള കാത്തിരിപ്പിലാണ്. 2 പ്രോജക്റ്റ് ഇപ്പോൾ ടെൻഡർ അതിൻ്റെ നടപടി പുരോഗമിച്ചു വരുന്നു. 4 പദ്ധതിയുടെ DPR കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി DPR തയ്യാറാക്കുന്ന അതിൻ്റെ വിവിധ ഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയുടെ കാര്യങ്ങളും ആലോചിച്ച് വരികയാണ്. പൊതുവേ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടന്നുള്ളത് പശ്ചാത്തല മേഖലയിൽ തന്നെയാണ്. അതിൽ വിശേഷിച്ചും റോഡ് വികസനം. നമ്മുടെ ഇന്ന് മണ്ഡലത്തിൽ ഇനി ഒരു വളരെ നേരിയ ശതമാനം PWD റോഡുകൾ മാത്രമേ ഇപ്പോൾ ഹൈടെക് അല്ലെങ്കിൽ മെക്കാഡം ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ റോഡുകളും ഹൈടെക് റോഡാക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ ആശുപത്രി കെട്ടിടങ്ങൾക്കും വിവിധ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഫണ്ട് കിഫ്ബിയിൽ നിന്നാണ് അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ ജില്ലയിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എൻ്റെ മണ്ഡലത്തിലാണ്. 29 കോടിയാണ് തൃക്കരിപ്പൂരിലുള്ള മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിനായിട്ട് ഇപ്പോൾ വിനിയോഗിച്ചത്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് ഒരു 95% പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2016 ബജറ്റുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്തുള്ള EMS സ്റ്റേഡിയം, ആ EMS സ്റ്റേഡിയവും വളരെ മുമ്പ് തന്നെ പൂർത്തിയാക്കി കളിക്കളം നാടിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ വിവിധ തലങ്ങളിലെ സ്പോർട്സ്, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, പശ്ചാത്തല മേഖല, ഈ മേഖലകളിലെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം കിഫ്ബിയിലൂടെ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. മറ്റൊന്ന് ഇതിൻ്റെ നിർവഹണ രീതിയാണ്. വളരെ കൃത്യതയോടുകൂടി, പ്രത്യേകിച്ച് ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് ഇതിൻ്റെ ടെക്നിക്കൽ വിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രവൃത്തികൾ നടക്കുന്ന ഘട്ടത്തിലുള്ള മോണിറ്ററിങ്ങും വളരെ ശ്രദ്ധേയമാണ്. വളരെ എക്സ്പേർട്ട് ടീമാണ് യഥാവസരം പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനും പ്രവൃത്തികൾ മോണിറ്റർ ചെയ്ത് അതിന് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വികസനമാണ് നമ്മുടെ നാട്ടിൽ ഈ കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇത് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ അഭാവം നേരിടുന്നതുകൊണ്ടാണ് കേരളത്തിന് പൊതുവികസനത്തിന് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ നിക്ഷേപം വരാനുള്ള തടസ്സമായി നിൽക്കുന്നത് അത്തരം സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ തലത്തിലേക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ വർത്തമാനകാലത്ത് കൂടുതൽ വിദേശ വ്യവസായികളായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യവസായ സംരംഭകരായാലും നിക്ഷേപം ഇറക്കാൻ വളരെ ആത്മാർത്ഥതയോടെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്ന ആവേശകരമായ അനുഭവം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പുരോഗതിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു ചുരുങ്ങിയ ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള കേരളീയ വികസനമല്ല, മറിച്ച് പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതുവഴി പുതിയ കേരളത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് 25 വർഷത്തിനും അപ്പുറത്തുള്ള ഒരു കേരളം, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്. അതാണ് നവകേരളം. ആ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഉൽപ്പാദന പശ്ചാത്തല
സേവന മേഖലകളിൽ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളെല്ലാം നടപ്പിലാക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് വിശേഷിച്ചും കിഫ്ബിയുടെ ഈ ഫണ്ട് ഫലപ്രദമായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. വളരെ നന്നായി ഈ പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത് പ്രവൃത്തിപഥത്തിലെത്തിക്കാനും നിർമ്മാണ പ്രക്രിയയിൽ ഇടപെടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അത് നന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന കേരള സർക്കാരിനും അഭിനന്ദനങ്ങൾ. വികസന തുടർച്ചയുടെ അടുത്ത യാത്ര മലനാടിന്റെ പച്ചപ്പും തീരദേശത്തിന്റെ സൗന്ദര്യവും ഒരുമിക്കുന്ന സപ്തഭാഷാ സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലൂടെയാണ്. ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന വടക്കേ അറ്റത്തെ ഈ നാട് ഇന്ന് വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയും കാഞ്ഞങ്ങാടിന്റെ സമഗ്ര മുന്നേറ്റത്തിന് കരുത്തായി മാറിയിട്ടുണ്ട്. ഗതാഗത രംഗത്തെ മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും സർക്കാർ അതീവ ശ്രദ്ധയാണ് നൽകുന്നത്. കൂടാതെ സാംസ്കാരിക രംഗത്തും ടൂറിസം രംഗത്തും നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. കിഫ്ബി പദ്ധതിയിലൂടെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ ആരംഭിച്ച പ്രവൃത്തികൾ പൂർണ്ണമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടില്ല. കക്കാട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന് 5 കോടിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 3 കോടി വീതമുള്ള 7 വിദ്യാലയങ്ങൾക്കാണ് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 4 വിദ്യാലയങ്ങളുടെ കാര്യം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 1 കോടി രൂപക്കുള്ള 13 വിദ്യാലയങ്ങളുടെ പ്രവൃത്തിയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിർവഹിക്കാറുണ്ടായത്. അതിലേതാണ്ട് എല്ലാ വിദ്യാലയങ്ങളുടെ കാര്യത്തിലും ഏറെക്കുറെ ഇപ്പോൾ പണി പൂർത്തീകരിച്ചു. രാവണേശ്വരം, ബല്ല, ഒസ്തുർഗ്, GHSS മരക്കാപ്പ് കടപ്പുറം, GHSS മടിക്കൈ, ഈ 5 എണ്ണം ഇപ്പോൾ 1 കോടി പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരവസ്ഥ ആ 13 വിദ്യാലയങ്ങളുടെ കാര്യങ്ങൾ കൂടി തീരും. മറ്റൊരു പ്രധാനപ്പെട്ട റോഡ് കിളിയളം വരഞ്ഞൂർ റോഡാണ്. 10 കിലോമീറ്റർ പണി പൂർത്തിയായി. 28 കോടി രൂപയുടെ ആയിരുന്നു പദ്ധതി. അത് 4.20 കോടി കിളിയളം പാലം, അതിൻ്റെ പണി പുരോഗമിക്കുന്നു, പൂർത്തിയായിട്ടില്ല. അത് മറ്റൊരു പ്രവൃത്തിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി അത് പുളിക്കാൽ പാലം, ആനപ്പെട്ടി, ബാനം 3 പാലങ്ങളുടെ പ്രവൃത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ TS തിരുമുമ്പിൻ്റെ പേരുള്ള ഒരു സ്മാരകം 42 കോടി രൂപയുടേത് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് മടിക്കൈ പഞ്ചായത്ത്. നീലേശ്വരം എടത്തോട് റോഡ് 42.10 കോടി രൂപയുടേതാണ്. ഹിൽ ഹൈവേ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോളിച്ചാൽ എടപ്പറമ്പ് ആ ഭാഗം പൂർത്തീകരിച്ചു. പിന്നെ കോളിച്ചാൽ തുടർന്ന് ഉള്ള മരുതോ പ്രദേശത്തെ ആ റോഡിൽ ഫോറസ്റ്റിൻ്റെ വനം വകുപ്പിൻ്റെ
ഭൂമിയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഏരിയ അതിൽ വരുന്നു എന്നതുകൊണ്ട് അവിടെ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള അനുമതിക്ക് വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ULCC ആണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. അവർ നിശ്ചിത സമയത്ത് അവരുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർ തുടർന്ന് മുമ്പോട്ട് പോയി. അവർ ഈ സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് ജില്ലാ അതിർത്തി വരെ അങ്ങോട്ടുള്ള പ്രവൃത്തിയായി മുന്നോട്ട് പോയി. അതുപോലെ മറ്റൊന്നാണ് തീരദേശ ഹൈവേ. അത് കല്ലിട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അലൈൻമെൻറ്റ് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ വിശദാംശങ്ങൾ എന്ന രീതിയിൽ ഇപ്പോൾ തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിലും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ 1-2 തവണ യോഗങ്ങൾ, ജില്ലാ കലക്ടർ സാന്നിധ്യമടക്കം ഉണ്ടായിക്കൊണ്ടുള്ള യോഗങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് കുശാൽ നഗർ ROB റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ. അത് 37 കോടി രൂപയാണ്. അതുകൊണ്ട് കുശാൽ നഗർ ROB അതിന് 37 കോടി രൂപയാണ് സർക്കാർ കിഫ്ബി അതിനനുവദിച്ചിരിക്കുന്നത്. ആ 37 കോടി രൂപ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈകാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകും എന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ വളരെ ദീർഘകാലമായി ബാക്കി നിൽക്കുന്ന ഒരു വിഷയമാണ് പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട് റോഡ്. അത് 76 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പറയുന്ന റോഡിൻ്റെ ഇടയിൽ വരുന്ന 3 പാലങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുളിക്കാൽ, ആനപ്പെട്ടി, ബാനം എന്നീ പാലം. അതിൻ്റെ പ്രവൃത്തികൾ അനുമതി കിട്ടുകയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പടന്നക്കാട് മേൽപ്പാലം വെള്ളരിക്കുണ്ട് റോഡിനുള്ള അനുമതി ഇപ്പോഴും അതിൻ്റെ ഭരണപരമായ അനുമതി കിട്ടേണ്ട സാഹചര്യം ബാക്കി കിടക്കുകയാണ്. നേരത്തെ ഇതൊക്കെ അനുവദിച്ചതാണ് 2017-18 കാലത്ത്, 8 വർഷം മുമ്പ് തന്നെ. പല കാരണങ്ങളാൽ നിൽക്കുകയാണ് ഇപ്പോഴും. അതുപോലെ കാഞ്ഞങ്ങാട് ഫ്ലൈ ഓവർ 70 കോടി രൂപയുടെ പദ്ധതിയാണ്. അതും നേരത്തെ തന്നെ ഇവിടെ നിന്നുള്ള നമ്മുടെ മണ്ഡലത്തിലെ പദ്ധതികൾ അംഗീകരിച്ച കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ആ പദ്ധതിക്ക് ആവശ്യമായ തുടർ നടപടിയും കിഫ്ബിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ ഇരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള അനുഭവം. ഇതാണ് പൊതുവിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വർക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കിഫ്ബിയുടെ ധനസഹായത്തോടെ ഓരോ മണ്ഡലത്തിലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്തുമെന്നതിൽ സംശയമില്ല. വികസന തുടർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വികസന വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.